ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിതാ പതിവിലും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് കുറച്ചൊരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ കൂടിയാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേൻ്റെ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സ്, ബർത്ത്ഡേൻ്റെ അന്നും അതുപോലെ തന്നെ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെറിയ ചെറിയ ഒരുക്കങ്ങളും പിന്നെ ചെറുതായിട്ട് നമ്മൾ സ്വന്തമായിട്ട് നടത്തിയിട്ടുള്ള ചെറിയൊരു പ്രീ ഷൂട്ടും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. വ്ളോഗ് എന്നൊക്കെ പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ ക്ലിപ്സ് അടങ്ങിയിട്ടുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ബർത്ത്ഡേന് 2 ദിവസം മുന്നേ പ്രീ ഷൂട്ടിന് വേണ്ടിയിട്ട് ചില ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനും അതുപോലെ ഒരു ഫോട്ടോസിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റെഡിയാക്കിയിട്ടുള്ളതാണ് ഇത്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് വെക്കുന്ന ഒരു 1 എന്നുള്ളൊരു കട്ടൗട്ട്. അപ്പോൾ ഞാനത് കാർഡ്ബോർഡിൽ തന്നെ സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ആക്രിലിക് പെയിൻറ്റ് അടിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുക ചെയ്തത്. അത് നമുക്കിതിപ്പോൾ പുറത്ത് വാങ്ങിക്കാനൊക്കെ കിട്ടും, അതുപോലെ ഓൺലൈനായിട്ടും ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ കിട്ടും. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് ഫോട്ടോസിന് വേണ്ടിയിട്ട് വെറുതെ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അധികം ആൾക്കാരും കുട്ടികളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആണെങ്കിൽ പ്രീ ഷൂട്ട് കാര്യങ്ങളൊക്കെ പുറത്ത് നടത്താറുണ്ട്. അതിനായിട്ട് ഇവൻ്റ് തന്നെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് ബീച്ചിലും മറ്റു പാർക്കിലൊക്കെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് ആ ഒരു ആഗ്രഹത്തിൻ്റെ മേൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്ര പ്രൊഫഷണലായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടേതായ ഒരു ചെറിയൊരു സെറ്റപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം. അങ്ങനെ ഇതാ ഒരു ഈവനിങ് സമയത്ത് നമ്മൾ പ്രീ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ വീടിന് ഏരിയത്തുള്ളൊരു ബീച്ചിൽ തന്നെയാണ് പോയിട്ടുള്ളത്. എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂർ ഈ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഏര ബീച്ച് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബീച്ചിലാണ് നമ്മൾ പോയിട്ടുള്ളത്. നമ്മളൊരു ഉള്ളോട്ടുള്ളൊരു സ്ഥലത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത നല്ലൊരു പ്രൈവസി കിട്ടുന്നൊരു ഏരിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച രീതിയിൽ സെറ്റപ്പൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ട് ആരും ചിരിക്കരുത്, നമ്മുടേതായ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കൂടുതലായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും നമ്മൾ കരുതിയിട്ടില്ല, നമ്മുടെ കയ്യിലില്ലതാനും. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വാങ്ങി വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് ചൊല്ലിയിട്ട് അതിന് നിന്നിട്ടുമില്ല. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 2-3 നല്ല നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ ഫോട്ടോ എടുക്കാനുള്ളൊരു പെടാപ്പാട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് 2-3 നല്ലൊരു ക്ലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തായാലും അതിവിടെ സൈഡിലായിട്ട് കൊടുക്കാം. മാത്രമല്ല ഈ ഒരു സമയത്ത് ബീച്ചിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബലൂണൊന്നും നമുക്ക് കൂടുതലായിട്ട് അറേഞ്ച് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പലതും പല വഴിക്ക് പാറിപ്പോന്നൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല മഴ വരാൻ പോകുന്ന ആ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്നുണ്ടായിരുന്നത്. പിന്നെ ഇതാ ബർത്ത്ഡേൻ്റെ അന്ന് കേക്ക് മുറിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്. ഞാൻ മുന്നേ ഓൺലൈനായിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതാണിത്. മീഷോന്ന് ഒരു പാക്കായിട്ട് കിട്ടിയിട്ടുള്ളതായിരുന്നു. 150 രൂപയായിട്ടാണ് റേറ്റ് വരുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ആ ഒരു ബർത്ത്ഡേൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടാഗും അതുപോലെ തന്നെ കുറച്ച് ബലൂൺസ്, പിന്നെ ആ ഒരു ലൈറ്റ് അതും, പിന്നെ കുറച്ച് ഒട്ടിക്കേണ്ട അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ കൂടുതലായിട്ട് ആരുടെയും ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. ഇത് ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമല്ല ഹസ്ബൻഡ് വീട്ടിലായതുകൊണ്ട് അവിടെ കുറേ കുട്ടികളൊക്കെ ഉള്ളത് കാരണം അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കേക്ക് മുറിച്ചെന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കലില്ല. ആരുടെയും കുട്ടികളതായാലും മുതിർന്നതായാലും നമ്മളങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രം ചേർന്നിട്ടുള്ള ചെറിയൊരു കേക്ക് മുറി മാത്രമാണ്, വേറൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്, ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കേക്ക് മുറിച്ച് വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് കണ്ടുനോക്കാം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ട്യൂട്ടോറിയൽസ് മാത്രം മതി എന്നുള്ളവർ അതും കമൻറ്റ് ചെയ്യുക. എന്തായാലും നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.